ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് കാലത്ത് നടന്നിട്ടുള്ള ഡിഗ്രി പ്രിലിംസിന്റെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കയറുന്നേക്കാൾ മുമ്പ് തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഇംഗ്ലീഷിലെ PSC ബുള്ളറ്റിനില്ലേ, PSC ബുള്ളറ്റിനകത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്നത്തെ എക്സാമിനകത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും തീർച്ചയായിട്ടും PSC ബുള്ളറ്റിൻ കൂടെ നോക്കാൻ ശ്രമിക്കുക. PSC ബുള്ളറ്റിനകത്ത് ലാംഗ്വേജ് കോർണർ എന്ന് പറഞ്ഞുള്ള ഒരു പോർഷൻ ഉണ്ട്. അതിനകത്ത് ഇപ്പം ഞാൻ കണ്ടുവന്നിട്ടുള്ള യൂസ് ഓഫ് മോഡൽ ഓക്സിലറി വെർബ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു 2-3 ക്വസ്റ്റ്യൻസും ഇന്നത്തെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം PSC ബുള്ളറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ 73rd ക്വസ്റ്റ്യൻ, വെൻ ഐ ഗോ ടു ദി ഹോസ്പിറ്റൽ, ഇതിനൊക്കെ എക്സ്പ്ലനേഷൻ ഞാൻ തരാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കേട്ടുപോവാ. വെൻ ഐ ഗോ ടു ദി ഹോസ്പിറ്റൽ ഷീ ഡാഷ് ഇൻ ദി വെയിറ്റിംഗ് റൂം, ഇത് PSC ബുള്ളറ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ എക്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ സിനോണിം ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾ PSC ബുള്ളറ്റിൽ നിന്ന് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും അടുത്ത എക്സാമിന് തീർച്ചയായിട്ടും PSC ബുള്ളറ്റിൻ നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഇൻ ഓർഡർ ടു ട്രാവൽ യു നീഡ് എ പാസ്പോർട്ട് dash you might need a visa, immunization jabs and fulfill quarantine conditions. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ യു നീഡ് എ പാസ്പോർട്ട്, പിന്നെ ഒരു വിസ, യു മൈറ്റ് നീഡ് എ വിസ എന്നൊക്കെയല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പാസ്പോർട്ട് മാത്രം മതിയോ? പോരാ, നമുക്ക് വിസ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അവിടെ നമ്മൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താ? ഇത് മാത്രം പോരാ, ഒന്നും കൂടെ വേണം എന്നൊക്കെ പറയുമ്പോൾ ഇൻ അഡീഷൻ അല്ലേ? അപ്പോൾ ഇവിടെ വരുന്ന ആൻസർ ഇൻ അഡീഷൻ കേട്ടോ. അടുത്ത് നോക്കാം. ഐ ഹാവ് സീൻ ഹെർ ഡാഷ് ടൈംസ് ദിസ് ഇയർ ബട്ട് നോട്ട് വെരി ഓഫൺ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ ആദ്യം നമുക്കൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നോട്ട് വെരി ഓഫൺ അല്ലേ? നോട്ട് വെരി ഓഫൺ എന്നുള്ളൊരു ക്ലൂ കിട്ടുന്നുണ്ട്. അപ്പം ഇവിടെ എന്താ ഏറ്റവും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക? ഡാഷ് ടൈംസ് എന്ന് പറയുമ്പോൾ ഒന്നരയിൽ നമ്മൾ മെനി ആലോചിക്കും അല്ലേ? മെനി ടൈംസ് എന്ന് ആലോചിക്കും, അല്ലെങ്കിൽ എ ഫ്യൂ ആലോചിക്കും. ഈ മച്ചൊക്കെ നമ്മൾ അൺകൗണ്ടബിളിൻ്റെ ഒപ്പമൊക്കെയല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, മെനി ആണോ എ ഫ്യൂ ആണോ? അപ്പം ബട്ട് നോട്ട് വെരി ഓഫൺ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതൊരു മെനി ടൈംസ് എന്നുള്ളൊരു മീനിങ് അല്ലല്ലോ അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ എ ഫ്യൂ എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണ്, കുറച്ച് എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. എ ഫ്യൂ ടൈംസ് ദിസ് ഇയർ. ക്ലിയർ ആയോ? കുഴപ്പമില്ല, നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുക. ഞാൻ പറഞ്ഞു തന്നിട്ട് ഡാഷിന് ശേഷം വരുന്ന കാര്യങ്ങൾ നോക്കുക. അപ്പുറത്തും ഒരു ചെറിയൊരു ക്ലൂ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. when I got to the hospital she dash in the waiting room. ഇവിടുത്തെ ആൻസർ എന്താ? വാസ് സിറ്റിംഗ് ആണ് അല്ലേ? ഞാൻ പറഞ്ഞു തന്നുണ്ട്, ഒരു സെന്റൻസിനകത്ത് 2 ഭാഗം ഉണ്ടെങ്കിൽ ഒരു ഭാഗം പാസ്റ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ? ഗോട്ട് എന്ന് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഒരു ഭാഗം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്താണ് വേറൊരു കാര്യം ഇൻറപ്റ്റ് ചെയ്ത് വന്നിട്ടുള്ളെങ്കിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗം ഏത് ടെൻസിലായിരിക്കും? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുക? ഷീ വാസ് സിറ്റിംഗ് ഇൻ ദി വെയിറ്റിംഗ് റൂം. ആ സമയത്താണ് വെൻ ഐ ഗോട്ട് ടു ദി ഹോസ്പിറ്റൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഐ വിൽ വെയിറ്റ് അൺടിൽ ഐ ഡാഷ് സീ ഹിം. അപ്പോൾ ഇതും നമ്മൾ ഈ അതേ കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഐ വിൽ വെയിറ്റ് അൺടിൽ ഐ ഡാഷ് ഹിം എന്നാണ് കൊടുത്തിരിക്കുന്നത്. വിൽ വെയിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഇത് എന്ത് ടെൻസാണ്? ഫ്യൂച്ചർ ആണ് അല്ലേ? ഫ്യൂച്ചർ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫ്യൂച്ചറും സിമ്പിൾ പ്രസന്റ് ടെൻസും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? സോ ഐ വിൽ വെയിറ്റ് അൺടിൽ ഐ സീ ഹിം ആണ് കേട്ടോ. ഫ്യൂച്ചറും പ്രസന്റും തമ്മിൽ റിലേഷൻ ഉണ്ട്. ഫ്യൂച്ചറും പാസ്റ്റും തമ്മിൽ നമ്മൾ അധികം പറയാറില്ല. ഓക്കെ, ഓർത്ത് വെച്ചേക്കാം. അടുത്ത് നോക്കാം. ഐ മസ്റ്റ് റിമെമ്പർ. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള 4 സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. അത് റീഅറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ജമ്പിൾഡ് ഓർഡർ, അതിൻ്റെ ഓർഡർ കറക്റ്റ് അല്ല. നമ്മൾ അതൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് പറയണം. അപ്പോൾ അതെങ്ങനെ ചെയ്യണേ നോക്കാം. ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഐ മസ്റ്റ് റിമെമ്പർ ടു പാക്ക് എ ഹോളിഡേ ബുക്ക്. My mother says that we must pack soon. We are going on a holiday to the sea coast. I am really looking forward to it. അപ്പോൾ ഇത് കാണുമ്പോൾ ഐ ആം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. അപ്പോൾ അവരെന്തോ ഒരു ഹോളിഡേക്ക് ഇവിടെ പോണ കാര്യമൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറയില്ലേ, അപ്പോൾ ഞാൻ അതിനു വേണ്ടി നോക്കിയിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ലാസ്റ്റ് ആയിരിക്കും അല്ലേ? ലാസ്റ്റ് ആയിരിക്കും പറയാം. ഓക്കെ, അപ്പോൾ ഇത് ലാസ്റ്റ് എന്നുള്ളതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. 4th വൺ. അപ്പോൾ നമ്മൾ 4 ഓപ്ഷൻസ് നോക്കി. ഇതാവാം, അല്ലെങ്കിൽ ഇതാവാം. പിന്നെ ഫസ്റ്റ് നമുക്ക് ഇനി ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് തൽക്കാലം ഇവിടെ മാറിയിരിക്കട്ടെ. വി ആർ ഗോയിങ് ഓൺ എ ഹോളിഡേ ടു ദി സീ കോസ്റ്റ്. അപ്പോൾ ഇതല്ലേ ഫസ്റ്റ് വരുന്നത്. മൈ മദർ സേസ് ദാറ്റ് വി മസ്റ്റ് പാക്ക് സൂൺ ആദ്യം പറയില്ലല്ലോ. ഐ മസ്റ്റ് റിമെമ്പർ ടു പാക്ക് എ ഹോളിഡേ ബുക്ക് ഒന്നും ആദ്യം പറയില്ല. അപ്പോൾ ഇത് ഫസ്റ്റായി, ഇത് ലാസ്റ്റായി.
ഓക്കെ, അപ്പോൾ 3 സ്റ്റാർട്ടിങ് ഉണ്ട്, അതുപോലെ തന്നെ 4 എൻഡിങ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും എന്തായാലും അല്ല എന്നുള്ളത് മനസ്സിലായി. ഇതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും വരുന്നത്. ഇനി എങ്ങനെയാണ് അത് സെലക്ട് ചെയ്യുന്നത് നോക്കിക്കോളൂ. മൈ മദർ സേസ് ദാറ്റ് വി മസ്റ്റ് പാക്ക് സൂൺ, ഐ മസ്റ്റ് റിമെമ്പർ ടു പാക്ക് എ ഹോളിഡേ ബുക്ക്. അപ്പോൾ ഫസ്റ്റ് ഇത്, പിന്നെന്താ, വി ആർ ഗോയിങ് ഓൺ എ ഹോളിഡേ ടു ദി സീ കോസ്റ്റ്, മൈ മദർ സേസ് ദാറ്റ് വി മസ്റ്റ് പാക്ക് സൂൺ, തേർഡ്, എന്നിട്ടാണ് സെക്കൻഡ്, എന്നിട്ടാണ് ഐ മസ്റ്റ് റിമെമ്പർ ടു പാക്ക് എ ഹോളിഡേ ബുക്ക്. അല്ലേ, അമ്മ അത് പറഞ്ഞതിന് ശേഷമാണ് ഞാനൊരു ഹോളിഡേ ബുക്ക് പാക്ക് ചെയ്യേണ്ട കാര്യം ഓർക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓർഡർ വരുന്നത്. ആൻസർ 3214 ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 76th വൺ. ദ ബോൾ ഹിറ്റ് മീ സ്ട്രെയിറ്റ് ഇൻ ദി ഡാഷ്. അതുപോലെ തന്നെ ഐ ട്രൈ ടു ത്രെഡ് ദി കോട്ടൺ ത്രൂ ദി ഡാഷ് ഓഫ് ദി നീഡിൽ. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് ശ്രദ്ധിക്കാം. ഹെഡ് ഉണ്ട്, ദ ബോൾ ഹിറ്റ് മീ സ്ട്രെയിറ്റ് ഇൻ ദി ഹെഡ്. നമ്മൾ ഇൻ ദി ഹെഡ് എന്ന് പറയില്ല. ഇൻ ദി ഹെഡ് എന്ന് പറഞ്ഞാൽ ഹെഡിനകത്തു നിന്നുള്ളൊരു മീനിങ് പോലെ ആയിപ്പോൾ. അതുപോലെ തന്നെ ഇൻ ദ ഫേസ് എന്ന് പറയില്ല, ഫേസിനകത്തു നിന്നായിപ്പോൾ. എന്താ പറയുക, ഇൻ ദ ഐ, കണ്ണിനകത്ത് എന്നുള്ള രീതിയിൽ നമ്മൾ പറയില്ലേ. അപ്പോൾ ഇൻ ദ ഐ ആണ് ഇവിടെ വരുന്നത് കേട്ടോ, ഇൻ ദി ഐ. ഓക്കെ, അപ്പോൾ ഓൺ ദി ഹെഡ് അല്ലെങ്കിൽ ഓൺ ദി ഫേസ് എന്നൊക്കെയാണ് നമ്മൾ പറയുക. ഐക്കാണ് നമ്മൾ കണ്ണിനകത്ത് എന്നുള്ളൊരു മീനിങ്ങിൽ പറയുന്നത്. അതേപോലെ തന്നെ ഐ ട്രൈ ടു ത്രെഡ് ദി കോട്ടൺ ത്രൂ ദി ഐ ഓഫ് ദി നീഡിൽ. നീഡിലിൻ്റെ ഐ എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ്. ഗ്രേറ്റ് ഓക്സ് ഫ്രം ലിറ്റിൽ എക്കോൺസ് ഗ്രോ എന്ന് പറഞ്ഞാൽ എന്താ, ചെറിയ ഈ എക്കോൺസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഈ എന്താ പറയുക, കായ എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. ഈ വൃക്ഷത്തിൻ്റെയൊക്കെ കായില്ലേ, അങ്ങനെ ഒരു മീനിങ് ആണ്. അപ്പോൾ ഗ്രേറ്റ് ഓക്സ് ഫ്രം ലിറ്റിൽ എക്കോൺസ് ഗ്രോ എന്ന് പറഞ്ഞാൽ ചെറിയ കായിൽ നിന്ന് വലിയ ഗ്രേറ്റ് ഓക്സ് മരങ്ങൾ പോലും വരുന്നു എന്നുള്ളൊരു മീനിങ്ങാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വാട്ട് ഇസ് എ മീനിങ് ഓഫ് ദിസ് പ്രോവർബ്? അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ, ഓൾ ഗ്രേറ്റ് തിങ്സ് സ്റ്റാർട്ട് സ്മോൾ. അല്ലേ, ചെറിയൊരു കായെന്നാണ് ഗ്രേറ്റ് ഓക്സ് വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇവിടുത്തെ മീനിങ് വരുന്നത്, ഓൾ ഗ്രേറ്റ് തിങ്സ് സ്റ്റാർട്ട് സ്മോൾ. നെക്സ്റ്റ് ഒന്ന് നോക്കാം. ഹീ ഈസ് എ ഡാഷ് ഓഫ് ദി ഓൾഡ് ബ്ലോക്ക്. എന്താ, ഹീ ഈസ് എ ഡാഷ് ഓഫ് ദി ഓൾഡ് ബ്ലോക്ക്. ആൻസർ ചിപ്പാണ്. അല്ലേ, ഇത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹീ ഈസ് എ ചിപ്പ്, ഹീ ഈസ് എ ചിപ്പ് ഓഫ് ദി ഓൾഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിൻ്റെ അർത്ഥം ഹീ ഈസ് ജസ്റ്റ് ലൈക്ക് എ ഫാദർ എന്നാണ് കേട്ടോ. ഹീ ഈസ് ജസ്റ്റ് ലൈക്ക് എ ഫാദർ. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, ഇഡിയംസ് പഠിപ്പിച്ചിരുന്നപ്പോൾ. നെക്സ്റ്റ് ഒന്ന് നോക്കാം. ഐ വെയിറ്റഡ് ഡാഷ് 9 o'clock ആൻഡ് ദെൻ വെന്റ് ഹോം. അപ്പോൾ 9 o'clock വരെ ഞാൻ വെയിറ്റ് ചെയ്തു എന്നുള്ളൊരു മീനിങ് അല്ലേ വരുന്നത്. അപ്പോൾ ഐ വെയിറ്റഡ് അൺടിൽ 9 o'clock, 9 o'clock വരെ ഞാൻ വെയിറ്റ് ചെയ്തു എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ആൻസർ ഇസ് അൺടിൽ. യു ഹാവ് ടു ടേക്ക് എൻ എക്സാം ഡാഷ് ദി കോഴ്സ്. യു ഹാവ് ടു ടേക്ക് എൻ എക്സാം, ടു ടേക്ക് എൻ എക്സാം, ടു ടേക്ക്, അപ്പോൾ ടു പാസ്. യു ഹാവ് ടു ടേക്ക് എൻ എക്സാം ടു പാസ് ദി കോഴ്സ്. നെക്സ്റ്റ് വൺ നോക്കാം. മൈ ഡോട്ടർ ഇസ് ക്വൈറ്റ് ഷൈ ഡാഷ് ഷീ ഈസ് ആൻ എഗ്രസീവ് പ്ലെയർ ഇൻ ദി ബാഡ്മിൻ്റൺ കോർട്ട്. അപ്പോൾ എൻ്റെ ഡോട്ടർ ഭയങ്കര ഷൈ ആണ്, പക്ഷെ അവള് എന്താ പറഞ്ഞിട്ടുള്ള, ഷീ ഈസ് എഗ്രസീവ് പ്ലെയർ, ഭയങ്കര പ്ലെയർ ആണ് ഇൻ ദി ബാഡ്മിൻ്റൺ കോർട്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഇവിടെ ഷൈ ആണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് വാക്കാ യൂസ് ചെയ്യുക? ഹൗ എവർ. അല്ലേ, നമ്മൾ പല പ്രാവശ്യം പഠിപ്പിച്ചെന്നുണ്ട് ഹൗ എവർ. ഇങ്ങനെയാണെങ്കിൽ എന്താ പറയുക, ഇവിടെ ഷൈ ആണെങ്കിൽ കൂടി അവൾ അവിടെ ഭയങ്കര അഗ്രസീവ് പ്ലെയർ എന്നൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ഏതാണ്? ഹൗ എവർ ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. കൊളോക്കിയലിൻ്റെ കറക്റ്റ് സ്പെല്ലിങ്. കൊളോക്കിയലിൻ്റെ സ്പെല്ലിങ് COLLOQUIAL ആണ് കേട്ടോ. QUIAL. നെക്സ്റ്റ് വൺ. ഡാഷ് വാർ നെവർ സോൾവ്സ് എനിത്തിങ്. ഡാഷ് വാർ നെവർ സോൾവ്സ് എനിത്തിങ്. ഇവിടുത്തെ ആൻസർ വരുന്നത് ദയാണ്. കാരണം നമ്മൾ ഈ വാറിനെ എല്ലാ വാറുകളെയും കൂടിയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം എല്ലാത്തിനെയും കൂടി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു എന്താ പറയുക, ഒരു വർഗത്തെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒരു വംശത്തെ മൊത്തത്തിലൊക്കെ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ദയാണ്. ദ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആണ്. ദ വാർ നെവർ സോൾവ്സ് എനിത്തിങ്. നെക്സ്റ്റ് വൺ. ദ ട്രെയിൻ വിൽ അറൈവ് അറ്റ് ദ സ്റ്റേഷൻ അറ്റ് ഡാഷ് 6:15 PM. അപ്പോൾ 6:15 PM എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഇസ് എക്സാക്ട്ലി കറക്റ്റ് ടൈമാണ് കൊടുത്തിട്ടുള്ളത്. 6:15 PM എന്ന് പറഞ്ഞാൽ 6:15 PM. അപ്പോൾ എക്സാക്ട്ലി അല്ലേ, ദ ട്രെയിൻ വിൽ അറൈവ് അറ്റ് ദ സ്റ്റേഷൻ അറ്റ് എക്സാക്ട്ലി 6:15 PM. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റോസ പാർക്സ് വാസ് ത്രോൺ ഓഫ് ദി മോൺഗോമറി ബസ് ഫോർ റിഫ്യൂസിംഗ് ടു ഗിവ് അപ്പ് ഹെർ സീറ്റ് ടു എ വൈറ്റ് പാസഞ്ചർ. അപ്പോൾ ഇതിനകത്ത് എന്താ ചോദിച്ചിട്ടുള്ളത്? വിച്ച് ഡെഫിനേഷൻ ഫിറ്റ്സ് ദി ഫ്രേസ് ത്രോൺ ഓഫ്. ത്രോൺ ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രേസൽ വേർബിൻ്റെ മീനിങ് എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അല്ലേ. റോസ പാർക്സ് വാസ് ത്രോൺ ഓഫ് ദി മോൺഗോമറി ബസ് ഫോർ റിഫ്യൂസിങ്. ത്രോൺ ഓഫ് എന്ന് പറയുമ്പോൾ എന്താ? ടു മേക്ക് സം വൺ ഫോൾ ഡൗൺ സഡൻലി. ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. ടു മേക്ക് സം വൺ ഫോൾ ഡൗൺ സഡൻലി.
നെക്സ്റ്റ് വൺ നോക്കാം. ദേ കാൺ ഡിസൈഡ് ഡാഷ് ടു ട്രാവൽ നോർത്ത് ഡാഷ് സൗത്ത്. ഇവിടുത്തെ ആൻസർ വെദർ ഓർ ആണ്. ഓക്കെ, എന്താ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ കാണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കാണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് നെഗറ്റീവ് അല്ലേ. പിന്നെ അവിടെ നൈദർ നോർ വരില്ല, കാരണം നൈദർ നോർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതെന്തായാലും പറ്റില്ല എന്നുള്ളത് ഫസ്റ്റ് തന്നെ മനസ്സിലായി. പിന്നെ ഒന്നല്ലെങ്കിൽ വെദർ ഓർ അല്ലെങ്കിൽ ഐദർ ഓർ, ഇതാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ചത് ദേ കാൺ ഡിസൈഡ്, അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഏതാ? വെദർ അല്ലേ. ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ വെദർ ടു ട്രാവൽ നോർത്ത് ഓർ സൗത്ത് ആണ്. അതാണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ, റൈറ്റ് ദി സിനോണിം ഓഫ് എക്കിൻ. എക്കിൻ്റെ നമ്മൾ എവിടെയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സിനോണിം ഓഫ് എക്കിൻ എന്ന് പറഞ്ഞാൽ സിമിലർ ആണ് കേട്ടോ. സിനോണിം ഓഫ് എക്കിൻ, എലൈക്ക് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. എക്കിൻ എന്ന് പറഞ്ഞാൽ എലൈക്ക്, സിമിലർ എന്നുള്ളൊരു മീനിങ് ആണ്. അടുത്ത് നോക്കാം. ഐ ഡോണ്ട് നോ ഇഫ് ഹീ ഈസ് കമ്മിങ്. ഹിയർ ഇഫ് ഇസ് യൂസ് ടു ഡാഷ്. ഇഫ് എന്തിനാ ഇവിടെ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ് ടു റെഫർ ടു ദി പാസ്റ്റ്. അടുത്ത് നോക്കാം. ഐ ഡോണ്ട് നോ ഇഫ് ഹീ ഈസ് കമ്മിങ്. ഹിയർ ഇഫ് ഇസ് യൂസ് ടു ഡാഷ്. ഇവിടെ ഇഫ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇഫ് ഒരു ഡൗട്ട് എക്സ്പ്രസ് ചെയ്യാൻ അല്ല, അവൻ വരുന്നുണ്ടോ വരികയെന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ ഒരു ഡൗട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ ഇഫ് യൂസ് ചെയ്യുന്നത്. അടുത്ത് നോക്കാം. ദ ഹൗസ് ഇസ് സോ ഡേർട്ടി ഐ റിയലി മസ്റ്റ് ക്ലീൻ ഇറ്റ്. വാട്ട് ഇസ് ദ യൂസ് ഓഫ് മോഡൽ ഓക്സിലറി? ഇവിടുത്തെ മോഡൽ ഓക്സിലറിയുടെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ? ഐ റിയലി മസ്റ്റ് ക്ലീൻ ഇറ്റ് അല്ലേ. അപ്പോൾ ഒരു ഒബ്ലിഗേഷൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ടു എക്സ്പ്രസ് ഒബ്ലിഗേഷൻ. നെക്സ്റ്റ് വൺ, ഹി ഡാഷ് എ ലാർജ് ബിൽ അറ്റ് ദി ഷോപ്പിംഗ് സെന്റർ യെസ്റ്റർഡേ. അപ്പോൾ ഇവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫ്രേസൽ വെർബാണ് ചോദിച്ചിട്ടുള്ളത്. ഭയങ്കര ബില്ല് വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷോപ്പിംഗ് സെന്ററിൽ പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ബില്ല് വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാലോ, ബില്ല് വന്നു അല്ലെങ്കിൽ ബില്ല് കൂടി എന്നൊക്കെ പറയുമ്പോൾ അപ്പ് എന്നുള്ളൊരു വാക്കില്ല. അപ്പോൾ റാൻ അപ്പ് എന്ന് ആലോചിക്കാം കേട്ടോ. ഹി റാൻ അപ്പ് എ ലാർജ് ബിൽ അറ്റ് ദി ഷോപ്പിംഗ് സെന്റർ യെസ്റ്റർഡേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത് കൂടുതലും PSC ബുള്ളറ്റിൻ എല്ലാവരും ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം PSC ബുള്ളറ്റിനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു 2-3 ചോദ്യങ്ങൾ അതേപോലെ തന്നെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇനിയുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സസ് തരുന്നതായിരിക്കും. നമുക്ക് ഡെയിലി ഒരു 15 ക്വസ്റ്റ്യൻസോളം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുവരെയായിട്ടും ചാനൽ ഫോളോ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു.